നമസ്കാരം. രണ്ടാം പിണറായി സർക്കാർ 4ാം വർഷത്തേക്ക് കടക്കുകയാണ്. പതിവ് പോലെ തന്നെ ഈ വാർഷികത്തിനും ജനങ്ങളുടെ നികുതിപ്പണം അത് പടക്കം പൊട്ടിക്കുന്നത് പോലെ പൊട്ടിക്കാൻ തന്നെയാണ് പിണറായി സർക്കാരിൻ്റെ തീരുമാനം. സാമ്പത്തിക ഞെരുക്കമുണ്ടെന്ന് തുറന്നു സമ്മതിക്കുമ്പോഴും കോടികൾ ദൂർത്തടിച്ചുള്ള രണ്ടാം പിണറായി സർക്കാരിൻ്റെ 4ാം വാർഷികാഘോഷങ്ങൾക്ക് ഇന്ന് കാസർഗോഡാണ് തുടക്കമാകുന്നത്. ഇന്ന് കാസർഗോഡ് പീലിക്കോട് ഗ്രാമപഞ്ചായത്തിലെ കാലിക്കടവ് മൈതാനത്ത് രാവിലെ 10 മണിക്കാണ് ചടങ്ങ്. സമാപന സമ്മേളനം തിരുവനന്തപുരം പുത്തരിക്കണ്ടം മൈതാനത്താകും നടക്കുക. വിഴിഞ്ഞവും ദേശീയപാത വികസനവും പ്രധാന നേട്ടങ്ങളായി അവതരിപ്പിച്ച് ജനപിന്തുണ നേടിയെടുക്കാനാണ് ശ്രമം. ഇത് രണ്ടും സംസ്ഥാന സർക്കാരിൻ്റെ മാത്രം പദ്ധതികളല്ലെന്ന് നഴ്സറി പിള്ളേർക്ക് പോലും അറിയാവുന്ന കാര്യമാണ്. സർക്കാർ ദൂർത്തിൽ പ്രതിഷേധിച്ച് പ്രതിപക്ഷം പരിപാടികളിൽ സഹകരിക്കില്ലെന്ന് ഇതിനോടകം തന്നെ അറിയിച്ചിട്ടുമുണ്ട്. 1 മാസത്തിലേറെ നീണ്ടു നിൽക്കുന്ന ആഘോഷ പരിപാടികൾക്ക് കോടികളാണ് ഖജനാവിൽ നിന്ന് ദൂർത്തടിക്കുന്നത്. മുഖ്യമന്ത്രിയുടെ മുഖമുള്ള 500 പരസ്യ ബോർഡുകളാണ് സംസ്ഥാന വ്യാപകമായി ഉയർത്തുക. ഇതിന് മാത്രം ചിലവ് 15 കോടിയിലേറെയാണ്. ഇതിൻ്റെ ഡിസൈനിങ്ങിന് മാത്രം 10 ലക്ഷം രൂപയാണ് ചിലവ്. ഡിജിറ്റൽ ഡിസ്പ്ലേ ബോർഡുകൾ സ്ഥാപിക്കാൻ 3,30 ലക്ഷം രൂപയാണ് ചിലവ്. റെയിൽവേ, KSRTC എന്നിവിടങ്ങളിൽ പരസ്യം നൽകാൻ 1 കോടി. ഇങ്ങനെ വാർഷികാഘോഷത്തിൻ്റെ പരസ്യപ്രചാരണത്തിന് മാത്രമായി ധനവകുപ്പ് അനുവദിച്ചത് 25,91 ലക്ഷം രൂപയാണ്. ആഘോഷ പരിപാടികളുടെ ഭാഗമായി ജില്ലകൾ തോറും ശീതീകരിച്ച പന്തലുകൾ ഒരുക്കുവാൻ 3 കോടിയോളം രൂപയാണ് ചിലവാക്കുന്നത്. ടൂറിസം വകുപ്പിൻ്റെ സ്റ്റാളിനായി 1,65 ലക്ഷം രൂപയാണ് ചിലവ്. ജില്ലാതല യോഗങ്ങൾക്കായി 42 ലക്ഷവും സാംസ്കാരിക പരിപാടികൾക്കായി 2,10 ലക്ഷവും ധനവകുപ്പ് വകയിരുത്തിയിട്ടുണ്ട്. കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ 1ാം പിണറായി സർക്കാർ മുന്നോട്ട് വച്ച മാതൃകയായിരുന്നു കോവിഡ് പ്രതിരോധവും അതിന് ലഭിച്ച അംഗീകാരങ്ങളും. സ്വന്തം ജീവൻ പോലും പണയം വച്ച് കൊറോണക്കാലത്ത് എല്ലാത്തിനും ഓടി നടന്ന പാവം ആശാവർക്കർമാർ 70ാം ദിവസവും മഴയും വെയിലും കൊണ്ട് സെക്രട്ടേറിയറ്റിന് പുറത്ത് സമരമിരിക്കുകയാണ്. അവർക്കർഹിച്ച ഓണറേറിയം ലഭിക്കുവാനായി. അതിൽ പോലും എച്ചിക്കണക്ക് പറയുന്ന സർക്കാരാണ് ഇപ്പോൾ കോടികൾ പൊടിക്കുന്നത്. ഈ ശാപമെല്ലാം ഇവന്മാർ എവിടെ കൊണ്ടുവയ്ക്കും? വെബ് ഡെസ്ക് തത്വമൈ ന്യൂസ്. ഓൺലൈൻ എക്സിക്യൂട്ടീവ് എഡ്യൂക്കേഷൻ, ഫോക്കസ് ഫിസിയോതെറാപ്പി സെന്റർ പട്ടം, ഉന്നത് എഞ്ചിനീയറിംഗ് ഗുജറാത്ത്, തീർത്ഥയാത്ര.com, അയൺ ബിൽഡ് ഗുജറാത്ത്, PRS ഹോസ്പിറ്റൽ കിള്ളിപ്പാലം തിരുവനന്തപുരം. 5 തലമുറകളായി നിങ്ങൾക്കൊപ്പം. തുമ്പമൺ ശ്രീ വടക്കുംനാഥൻ ക്ഷേത്രം, അമ്പലക്കടവ്, പത്തനംതിട്ട. ശ്രീമദ് സ്കന്ദപുരാണ മഹാസത്രം 2025 മെയ് 11 മുതൽ 18 വരെ. ബ്രഹ്മശ്രീ മുംബൈ ചന്ദ്രശേഖര ശർമ്മയുടെ മുഖ്യ കാർമ്മികത്വത്തിൽ മഹാഗണപതി ഹോമം, സ്കന്ദപുരാണ പാരായണം, മഹത് പ്രഭാഷണങ്ങൾ, പൂജഹോമാദികൾ, കലാസാംസ്കാരിക പരിപാടികൾ. സത്രയജ്ഞ കർമ്മങ്ങളിലേക്ക് എല്ലാ ഭക്തജനങ്ങളുടെയും സാന്നിധ്യവും സഹകരണവും സാദരം അഭ്യർത്ഥിക്കുന്നു. മഹാസത്രവേദിയിൽ മെയ് 18 പഴനി അരുൾമിക ദണ്ഡായുധപാണി സ്വാമി ദേവസ്ഥാന അർച്ചക സ്ഥാനികർ ശ്രീസെൽവ സുബ്രഹ്മണ്യ ശിവശാരിയാരുടെ മുഖ്യ കാർമ്മികത്വത്തിൽ നടക്കുന്ന അതിശ്രേഷ്ഠവും സർവൈശ്വര്യദായകവുമായ സ്കന്ദഹോമം. സ്കന്ദമഹാപുരാണ സത്രത്തിന്റെ ആദിമധ്യാന്തമുള്ള സമ്പൂർണ്ണ തത്സമയ കാഴ്ച തത്വമയി നെറ്റ്വർക്കിൽ.